ഒരിക്കല് ഞാൻ എൻ്റെ ചങ്ങാതിയുടെ വീട്ടിൽ പോയി. അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. അന്ന് അവിടെ കണ്ടൊരു കാഴ്ച എൻ്റെ മനസ്സിനെ വല്ലാതെ അലോസരപ്പെടുത്തി. ഞാൻ അവനോട് തന്നെ ചോദിച്ചു, "എടാ, എന്താ നിന്റെ ഉപ്പ നിന്നോട് അങ്ങനെ മുണ്ടാത്തത്? അധിക നേരവും മൊബൈൽ ഫോണിലാണല്ലോ." അപ്പൊ അവൻ പറയുന്നൊരു മറുപടിയുണ്ട്. "എടാ, ശരിക്കും എൻ്റെ ഉപ്പ ഇങ്ങനൊന്നല്ല. ഇതിനു മുമ്പ് ഇതിലേറെ കഷ്ടായിരുന്നു. എന്ത് പറഞ്ഞാലും മൈൻഡ് വെക്കൂല. ഒരിക്കൽ ഞാന് ഒരു യുണീക്ക് ആയിട്ടുള്ള ആർട്ട് വരച്ചു. എന്നിട്ട് എൻ്റെ ചങ്ങാതിമാരും എൻ്റെ ടീച്ചേഴ്സും ഒക്കെ എന്നെ നല്ല പ്രശംസിച്ചു. പക്ഷേ ഞാൻ ഉപ്പാന്റെ അടുത്ത് കൊണ്ടുപോയപ്പോ ഉപ്പ എന്നെ പുച്ഛിച്ച് തള്ളി. എന്നെ മൈൻഡ് പോലും വെച്ചില്ല. അത് എൻ്റെ മനസ്സിനെ വല്ലാതെ സങ്കടപ്പെടുത്തി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാനത് ഉപ്പാനോട് തന്നെ പറഞ്ഞു. അതിനുശേഷം എൻ്റെ ഉപ്പ എന്താണെന്നറിയില്ല, എന്നോട് വല്ലാതെ മുണ്ടുന്നുണ്ട്. കുറേ മുണ്ടുന്നുണ്ട്. പതിവില്ലാത്ത മുണ്ടലുകളൊക്കെ. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്ക് മനസ്സിലാവുന്നത്, അന്ന് ഉപ്പ ഒരു തീരുമാനം എടുത്തിരുന്നു. ഇനി കുറച്ച് മൊബൈൽ ഫോണുകൾ മാറ്റി വെച്ചിട്ട് എൻ്റെ മക്കളുടെ കൂടെ എൻ്റെ കൂടെ ചെലവഴിക്കണം എന്ന് അവർ തീരുമാനം എടുത്തിരുന്നതാണ്. എനിക്ക് ഇനി അങ്ങനത്തെ ഉപ്പാരോടും ഉമ്മാരോടും പറയാനുള്ളത്, നിങ്ങൾക്കുണ്ട് മക്കളും കാര്യങ്ങളൊക്കെ. നിങ്ങൾ എത്ര തിരക്കിലാണെന്നുണ്ടെങ്കിലും എത്ര പ്രയാസത്തിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലെ ഒരു നിമിഷം നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി മാറ്റിവെക്കണം.